നാഷണൽ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊളിറ്റിക്കൽ സയൻസിലെ സെപ്റ്റംബർ മാസത്തിൽ നടക്കുന്ന എക്സാമുമായി ബന്ധപ്പെട്ട ഫോക്കസ് ഏരിയയിലെ ഓരോ ചാപ്റ്റർ ബേസ് ചെയ്തുകൊണ്ടുള്ള ടോപ്പിക്കുകളാണ്. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ ടോപ്പിക്കുകളാണ്. അതായത് പ്രധാനമായിട്ടും 2 ടോപ്പിക്കുകളാണ് ഈ ഭാഗത്തു നിന്ന് നമുക്ക് ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. എന്നാൽ അതേ സമയം തന്നെ ആ ചാപ്റ്ററിൽ പഠിച്ച മറ്റു ഭാഗങ്ങളെല്ലാം നമുക്ക് പരീക്ഷയ്ക്ക് ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗവും ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള ഭാഗവും പഠിക്കുന്നത് നല്ലതാണ്. നിർബന്ധമായിട്ടും ഈ ചാപ്റ്ററിൽ നിങ്ങൾ നോക്കി പോകേണ്ട, പഠിച്ചു പോകേണ്ട ഭാഗമാണ് വൈ ഡു വി നീഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ഫങ്ഷൻസ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്ക് എന്തിനാണ് ഒരു ഭരണഘടന, അതിന്റെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ് എന്നതാണ്. അതിൽ തന്നെ മറ്റൊരു ടോപ്പിക്കും കൂടെ നമുക്ക് ചോദിക്കുന്നുണ്ട്, ബോറോഡ് പ്രൊവിഷൻസ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടന മറ്റു ഭരണഘടനകളിൽ നിന്നും കടമെടുത്തിട്ടുള്ള വ്യവസ്ഥകൾ. ഇത് 2 ടോപ്പിക്ക്, ഈ 2 ടോപ്പിക്കുകളുമാണ് നമ്മൾ സെപ്റ്റംബർ എക്സാമിന് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഭാഗം നമുക്ക് നോക്കാം, വൈ ഡു വി നീഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്തിനാണ് നമുക്ക് ഒരു ഭരണഘടന എന്ന് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഭരണഘടനയ്ക്ക് പ്രധാനമായിട്ടും 5 ഫങ്ഷൻസുകളാണുള്ളത്. 5 ഫങ്ഷൻസിൽ ഒന്നാമതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അലോ കോർഡിനേഷൻ ആൻഡ് അഷ്വറൻസ്. ഭരണഘടന ഏകോപനവും ഉറപ്പും നൽകുന്നു എന്നുള്ളത്. ഈ ഒന്നാമത്തെ ഫംഗ്ഷനിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് ഭരണഘടന നൽകുന്നത്. ഒന്ന്, എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യുന്നു. ജാതി, മത, വർഗ, ലിംഗ, ഭാഷ വ്യത്യാസമില്ലാതെ ഇന്ത്യ രാജ്യത്തെ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തുന്നതിന് ആവശ്യമായ നിയമങ്ങൾ പ്രദാനം ചെയ്യുന്നു. അതേസമയം തന്നെ ഈ നിയമങ്ങൾ എല്ലാവർക്കും ഉറപ്പ് നൽകുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഭരണഘടനയുടെ ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷനാണ് സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഇങ്ങനെ നമ്മൾ ഒന്നാമത്തെ ഫംഗ്ഷൻ പറഞ്ഞ എല്ലാവരെയും ജാതിയുടെയും മതത്തിന്റെയും ഒന്നും വ്യത്യാസമില്ല, എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചു. ഈ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഇവരെ ഈ യോജിപ്പിക്കുകയും ഇവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യാനുള്ള അധികാരം ആർക്കാണ് എന്ന് തീരുമാനിക്കാനുള്ള അവകാശം പ്രദാനം ചെയ്യുകയാണ് ഭരണഘടന. അവിടെയാണ് രണ്ടാമത്തെ പോയിന്റ് വരുന്നത്, സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ്. തീരുമാനമെടുക്കാനുള്ള ആ അധികാരം ആർക്കാണെന്ന് നിർണയിച്ചു കൊടുക്കുന്നു. അതാണ് ഭരണഘടനയുടെ രണ്ടാമത്തെ ഫംഗ്ഷൻ. അതായത് ഈ കൂടി ആലോചിച്ച അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്ത ആളുകൾ എല്ലാവരും കൂടെ അവരുടെ മുകളിൽ തീരുമാനമെടുക്കാനുള്ള ആളുകളെ തെരഞ്ഞെടുക്കുന്നു. അതിനാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് രീതിയും തെരഞ്ഞെടുപ്പ് നടത്തുന്നു. MLA മാരെ MP മാരെ തെരഞ്ഞെടുക്കുന്നു. അവരെ മാരെ കിട്ടിയ പാർട്ടിയോ കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലുമായിട്ട് ഗവൺമെന്റുകൾ രൂപീകരിക്കുന്നു. അപ്പോൾ ജനങ്ങൾ ജനാധിപത്യ രീതിയിൽ ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്തുകൊണ്ട് ഭരണാധികാരികളാക്കുന്നു. അതിനെയാണ് സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കാണെന്ന് നിർണയിച്ചു കൊടുക്കുന്നു. അതാണ് ഭരണഘടനയുടെ രണ്ടാമത്തെ ഘടകം. അപ്പൊ തീരുമാനമെടുക്കുന്ന ആളുകളെ എങ്ങനെയാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് വ്യക്തമായ രീതിയിൽ, ആരാണ് തെരഞ്ഞെടുക്കേണ്ടത്, എങ്ങനെയാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് വ്യക്തമായ രീതിയിൽ കാര്യങ്ങൾ പറയുന്ന ഒന്നാണ് ഭരണഘടന എന്ന് പറയുന്നത്. അത് പറയലാണ് ഭരണഘടനയുടെ രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. The third function of Indian Constitution is that limit the powers of the government. ഗവൺമെന്റിന്റെ അധികാരത്തിന് പരിധി നിശ്ചയിക്കുക എന്നുള്ളത്. ഇപ്പൊ തീരുമാനമെടുക്കാനുള്ള അധികാരം ജനങ്ങൾ എല്ലാവരും കൂടെ ജനങ്ങൾ തെരഞ്ഞെടുത്ത കുറച്ച് ആളുകൾക്ക് കൊടുത്തു. അവര് അധികാരം കിട്ടിയപ്പോൾ ജനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അവകാശങ്ങൾ നിഷേധിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചാലോ? അപ്പൊ അതിനും ഭരണഘടന ചില മാർഗങ്ങൾ കാണുന്നു. അപ്പോഴാണ് മൂന്നാമത്തെ ഫംഗ്ഷന് പ്രാധാന്യം വരുന്നത്.
അതായത് ഗവൺമെന്റിന്റെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുന്നു. ലിമിറ്റ് ദ പവേഴ്സ് ഓഫ് ദ ഗവൺമെന്റ്. അപ്പം ഗവൺമെന്റ് ഒരിക്കലും ഒരു ഏകാധിപത്യ രീതിയിലേക്കോ അല്ലെങ്കിൽ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന രീതിയിലേക്കോ പോകാതിരിക്കാൻ വേണ്ടി ചില പ്രത്യേക അവകാശങ്ങൾ ഭരണഘടന നമ്മുടെ വ്യക്തികൾക്ക് നൽകുന്നു. ആ അവകാശങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒരിക്കലും ഗവൺമെന്റ് പ്രവർത്തിക്കാൻ പാടില്ല. അങ്ങനെയാണ് ഗവൺമെന്റിന്റെ അധികാരത്തെ പരിധി നിശ്ചയിക്കുന്നത്. ആ അവകാശം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതാണ് നമുക്ക് ഭരണഘടനയിൽ നൽകുന്ന മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. മൗലിക അവകാശങ്ങൾ ലംഘിക്കാൻ ഒരിക്കലും ഗവൺമെന്റിന് സാധിക്കില്ല. അങ്ങനെ ഗവൺമെന്റിന്റെ അധികാരത്തെ നിയന്ത്രണം വെച്ചു എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് ആണ് നാലാമത്തെ ഫംഗ്ഷൻ ആണ് ആസ്പിറേഷൻസ് ആൻഡ് ഗോൾസ് ഓഫ് എ സൊസൈറ്റി. ഒരു ജനതയുടെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും എന്നുള്ളതാണ് നാലാമത്തെ ഫംഗ്ഷൻ. അപ്പം ഗവൺമെന്റ് ആരാണ്? ജനങ്ങളെ കോർഡിനേറ്റ് ചെയ്തു. ആ കോർഡിനേറ്റ് ചെയ്ത ജനങ്ങളിൽ നിന്നും കുറച്ച് ആളുകളെ തെരഞ്ഞെടുത്ത് ഭരണാധികാരികളാക്കി. ആ ഭരണാധികാരികൾ ഏകാധിപത്യമായി പെരുമാറുന്നത് തടയുന്നതിന് വേണ്ടി ഗവൺമെന്റിന്റെ അധികാരത്തിൽ ചില നിയന്ത്രണങ്ങൾ വരുത്തി. അതിനുശേഷം ഈ ജനങ്ങൾക്ക് ഈ ഗവൺമെന്റ് ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതായത് ഓരോ പൗരനും ആഗ്രഹിക്കുന്ന രീതിയിൽ അയാളുടെ ആസ്പിറേഷൻസ് ആൻഡ് ഗോൾസ് സഫലീകരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഭരണഘടന. ഉദാഹരണമായിട്ട് ഒന്നും കൂടെ പറഞ്ഞാൽ എനിക്ക് ടീച്ചർ ആവണം, ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നീ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഇവിടെ ആരൊരുക്കണം? ഗവൺമെന്റ് ഒരുക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ലാസ്റ്റ് ഫംഗ്ഷൻ ആണ് ഫണ്ടമെന്റൽ ഐഡന്റിറ്റി ഓഫ് എ പീപ്പിൾ. ഒരു ജനതയുടെ മൗലിക വ്യക്തിത്വം എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ ഐഡന്റിറ്റി. ഞാൻ ഇന്ത്യക്കാരനാണ്, നമ്മൾ ഇന്ത്യക്കാരാണ് എന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് പ്രദാനം ചെയ്യുക. അതെങ്ങനെയാണ് പ്രദാനം ചെയ്യുന്നത്? എല്ലാവരെയും ഒരേപോലെ കാണുന്നത്. ജാതിയുടെയോ മതത്തിന്റെയോ ലിംഗത്തിന്റെയോ അല്ലെങ്കിൽ ഭാഷയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭിന്നിപ്പില്ലാതെ എന്താണോ ഇന്ത്യയിലെ ഒരു പൗരന് കിട്ടുന്ന അവകാശം അത് എല്ലാ പൗരന്മാർക്കും ഒരേപോലെ എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ തുല്യത കിട്ടണം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത്. ഈ 5 ഫങ്ഷൻസുകൾ തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ. വൈ ഡു വി നീഡ് എ കോൺസ്റ്റിറ്റ്യൂഷൻ? നമുക്ക് എന്തിനാണ് ഒരു ഭരണഘടന എന്ന് പറയുന്ന ഇതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരവുമായിട്ടും എഴുതേണ്ടത് ഈ 5 ഫങ്ഷൻസ് ആണ്. ഈ 5 ഫങ്ഷൻസുകളെല്ലാം നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഭരണഘടന ആവശ്യമാണ് എന്നാണ് അതിന്റെ ആൻസർ എഴുതേണ്ടത്. അപ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഈ 5 ഫങ്ഷൻസ് ഒരു 6 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് എന്താണ് ഭരണഘടന. എന്താണ് ഭരണഘടന എഴുതിയതിനു ശേഷം ഭരണഘടന 5 പ്രധാനപ്പെട്ട ഫങ്ഷൻ 1, 2, 3, 4, 5 എന്നിങ്ങനെ എഴുതി ഓരോന്നായി എഴുതി വെച്ചതിന് ശേഷം ഓരോ ഫങ്ഷൻസുകളും എന്താണെന്ന് വിശദീകരിക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി ഈ ചാപ്റ്ററിൽ തന്നെ രണ്ടാമത്തെ ടോപ്പിക്കാണ് ബോറോവ്ഡ് പ്രൊവിഷൻസ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. മറ്റു രാജ്യങ്ങളിലെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള വ്യവസ്ഥകൾ എന്ന് പറയും. അപ്പോൾ നിരവധി ഭരണഘടനകളിൽ നിന്ന് നമ്മുടെ ഇന്ത്യ പല വ്യവസ്ഥകളും കടമെടുത്തിട്ടുണ്ട്. പക്ഷെ ആ കടമെടുത്ത വ്യവസ്ഥകളെല്ലാം ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ആ വകുപ്പുകളെല്ലാം എടുത്തിട്ടുള്ളത്. അല്ലാതെ ആ ഭരണഘടനയിൽ അമേരിക്കയുടെയോ ബ്രിട്ടന്റെയോ കാനഡയുടെയോ ഒക്കെ ഭരണഘടനയിലുള്ള വ്യവസ്ഥകൾ അതുപോലെ നേരെ കോപ്പി പേസ്റ്റ് ചെയ്യുകയായിരുന്നില്ല. പകരം സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി മാത്രമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചത് എന്നുള്ള കാര്യം ആദ്യം ഓർക്കണം. അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെ ചോദിച്ചേക്കാം, ഇന്ത്യൻ ഭരണഘടന തുന്നിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ഭരണഘടനയാണ്, അതുകൊണ്ട് അത് ആധികാരികമല്ല എന്ന് ചോദിച്ചേക്കാം. അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എഴുതേണ്ടത് ശരിയാണ്, ഇന്ത്യൻ ഭരണഘടന തുന്നിക്കൂട്ടി ഉണ്ടാക്കിയതാണ്. പക്ഷെ പല രാജ്യങ്ങളിൽ നിന്നും കടമെടുത്ത വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ ഭരണഘടനയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയായിരുന്നു അതെല്ലാം ഉൾക്കൊള്ളിച്ചിരുന്നത് എന്നാണ് എഴുതേണ്ടത്. ഇനി അതിനുശേഷം നിങ്ങൾ ഓരോ ഭരണഘടനയിൽ നിന്നും നമ്മൾ കടമെടുത്തിട്ടുള്ള വ്യവസ്ഥകൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ എഴുതി വെക്കേണ്ടി വരും. ഓക്കെ.
അതിലെ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കനേഡിയൻ ഭരണഘടനയിൽ നിന്നും ഐറിഷ് ഭരണഘടനയിൽ നിന്നും അതുപോലെ തന്നെ ഫ്രഞ്ച്, ഓസ്ട്രേലിയ, ജർമ്മനി എന്നീ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത വ്യവസ്ഥകൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റവും അമേരിക്കയിൽ നിന്ന് മൗലികാവകാശങ്ങള് പോലുള്ള വ്യവസ്ഥകൾ നമ്മൾ കടമെടുത്തിട്ടുണ്ട്. ഓരോ രാജ്യത്തിൽ നിന്നും നമ്മൾ കടമെടുത്തുള്ള വ്യവസ്ഥകൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് ഉണ്ട്. അത് കൃത്യമായ രീതിയിൽ ഒരു ബോക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമായിട്ട് പഠിച്ചിട്ട് പോകണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയുമാണ്. ദെൻ സെക്കൻഡ് ചാപ്റ്ററുടെ പറയുന്നത് റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയിൽ. അതായത് രണ്ടാമത്തെ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മൗലിക അവകാശങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പ്രധാനമായിട്ട് നമുക്ക് എത്ര മൗലികാവകാശങ്ങളുണ്ട്? 6 മൗലികാവകാശങ്ങളാണ് നമുക്കുള്ളത്. 6 മൗലികാവകാശങ്ങൾ ഏതൊക്കെയാണ്? 1 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, 2 സമത്വത്തിനുള്ള അവകാശം, 3 ചൂഷണത്തിനെതിരെയുള്ള അവകാശം, 4 വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായിട്ടുള്ള അവകാശങ്ങൾ, 5 മത സ്വാതന്ത്ര്യമുള്ള അവകാശം, 6 കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി അഥവാ ഭരണഘടനാ പരിഹാര മാർഗങ്ങൾക്കുള്ള അവകാശങ്ങൾ. ഇപ്പൊ സ്വാതന്ത്ര്യത്തിനുള്ള, സമത്വത്തിനുള്ള, ചൂഷണത്തിനെതിരെയുള്ള, വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായിട്ടുള്ള, അതുപോലെ തന്നെ മതപരമായിട്ടുള്ള, അതുപോലെ ഭരണഘടനാ പരിഹാര മാർഗങ്ങൾക്കുള്ള അവകാശങ്ങളിന് 6 മൗലിക അവകാശങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. അതിന് ഈ മൗലികാവകാശങ്ങളെ കുറിച്ച് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് എന്താണ് മൗലികാവകാശങ്ങൾ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ 6 അവകാശങ്ങൾ ആർട്ടിക്കിൾ വെച്ചുകൊണ്ട് 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശം, അത് കഴിഞ്ഞതിന് ശേഷം 19 മുതൽ 22 വരെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഇങ്ങനെ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അതില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ആദ്യം നമ്മൾ എഴുതേണ്ടത് എന്താണ് മൗലിക അവകാശം എന്നുള്ളതാണ്. എന്താണ് മൗലിക അവകാശം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ആദ്യം എഴുതണം. അത് പാരഗ്രാഫൊക്കെ ആയിട്ട് ആദ്യം ചെറുതായിട്ട് എഴുതണം. ഭരണഘടനയിൽ പ്രത്യേകം സൂചിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിട്ടുള്ള അവകാശങ്ങളെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ ഭരണഘടനയിലും ഇത്തരത്തിലുള്ള അവകാശങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള അവകാശങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് അവകാശ പത്രിക എന്നോ ബിൽ ഓഫ് റൈറ്റ്സ് എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട്. അങ്ങനെ ഇന്ത്യൻ ഭരണഘടന ഉൾക്കൊള്ളിച്ചിട്ടുള്ള ബിൽ ഓഫ് റൈറ്റ്സ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇത് ഭരണഘടനയിലെ 3-ാം ഭാഗത്തിലാണ് പറയുന്നത്. ആർട്ടിക്കിൾ 14 മുതൽ 32 വരെയുള്ള വ്യവസ്ഥകൾ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഇത്രയും എഴുതിയതിനു ശേഷം മാത്രമാണ് പ്രധാനമായിട്ടും പാർട്ട് 3-യിൽ പറയുന്ന മൗലിക അവകാശങ്ങൾ 1, 2, 3, 4, 5, 6 എന്ന് എഴുതിയിട്ട് എഴുതാൻ ശ്രമിക്കുക. ഇതാണ് അതിൽ പ്രധാനമായിട്ട്. പിന്നെ ആ ചാപ്റ്ററിൽ തന്നെ അതിന്റെ ഇടയിൽ ഓരോ വകുപ്പുകൾ നമ്മൾ പഠിക്കുന്നതിന്റെ ഇടയിലും വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് 14 to 18 അഥവാ 14 മുതൽ 18 വരെയുള്ള വകുപ്പുകൾ ഏതൊക്കെയാണ്? ഇക്വാളിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള നമ്മളെ ആ 18 വകുപ്പുകളും ഏതാണ്? അബോളിഷൻ ഓഫ് അൺടൈറ്റിൽസ്, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് തുടങ്ങി വരുന്ന 17-ാമത്തെ 18-ാമത്തെ ഒക്കെ വകുപ്പുകളെ കൃത്യമായിട്ട്, 17-ാമത്തെ അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണ്. അതൊക്കെ കൃത്യമായിട്ട് പഠിച്ച് വ്യക്തമായിട്ട് ആർട്ടിക്കിൾ നോക്കിയിട്ട് പോകണം. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറയുന്നുണ്ട് 19 to 22. അപ്പൊ അതില് 19-ാമത്തെ വകുപ്പില് 1 എന്ന് പറഞ്ഞിട്ട് വേറൊരു 6 ഫ്രീഡം നൽകുന്നുണ്ട്. റൈറ്റ് ടു സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ സഞ്ചരിക്കാനുള്ള അവകാശം, അതുപോലെ തന്നെ സമ്മേളന സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ പാർപ്പിട സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഇങ്ങനെ 6ഓളം സ്വാതന്ത്ര്യങ്ങള് 19-ാം വകുപ്പിൽ 1 എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് 20, 21, 22 ഏതൊക്കെയാണെന്നുള്ളത് പറയുന്നു. അതിൽ 21-ാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ജീവനും സ്വത്തിനുമുള്ള സ്വാതന്ത്ര്യം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ആർട്ടിക്കിൾ മനസ്സിലാക്കി വെക്കുക. ദെൻ അടുത്ത മൗലികാവകാശമാണ് നമ്മുടെ പറഞ്ഞ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശങ്ങൾ. ദെൻ അടുത്തതാണ്
എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാണ് നമ്മളെ മതസ്വാതന്ത്ര്യമുള്ള അവകാശം. മതസ്വാതന്ത്ര്യത്തിനുള്ളതെന്ന് പറയുമ്പോൾ പ്രത്യേകം അതിൽ ശ്രദ്ധിക്കേണ്ടത് 25, 26, 27, 28 വകുപ്പുകൾ വളരെ പ്രധാനപ്പെട്ട. ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും പ്രചരിപ്പിക്കാന്, സ്ഥാവക ജംഗമ വസ്തുക്കള് നികുതിയിൽ നിന്ന് ഒഴിവാക്കാന്, പിന്നെ മത സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ അവിടെ മതപ്രബോധനം നടത്താനുള്ള അവകാശം, അങ്ങനെ തുടങ്ങി നമ്മൾ പറഞ്ഞ 25, 26, 27, 28ഓളം ഈ അവകാശങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതും കൃത്യമായ രീതിയിൽ എഴുതി വെക്കാൻ നോക്കണം. ദെൻ ഏറ്റവും ലാസ്റ്റ് പറയുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിലും വളരെ പ്രധാനമാണ്. ഈ മുകളിൽ പറഞ്ഞ 5 മൗലികാവകാശങ്ങൾ ഏതെങ്കിലും ഒന്ന് ലംഘിക്കപ്പെട്ടാൽ കോടതിയിൽ പോകാനും കോടതിയിൽ നിന്ന് നമുക്ക് മൗലികാവകാശം നേടിയെടുക്കാനും സാധിക്കുന്ന വകുപ്പുകളാണത്. അതാണ് അതിൽ പറയുന്ന ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32നെ നമ്മൾ അംബേദ്കർ വിശേഷിപ്പിച്ച ഇത് വളരെ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. മൗലികാവകാശങ്ങളുടെ ഹൃദയവും ആത്മാവുമാണ് നമ്മുടെ ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. അതേസമയം തന്നെ ആർട്ടിക്കിൾ 32 മറ്റൊരു സവിശേഷതകളുണ്ട്. സുപ്രീം കോടതിയെ അല്ലെങ്കിൽ കോടതികളെ മൗലികാവകാശങ്ങളെ സംരക്ഷിതാവാക്കുന്നത് ഈ വകുപ്പാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതാണ് ആർട്ടിക്കിൾ 32 പ്രകാരം ഏതെങ്കിലും ഒരു മൗലികാവകാശം ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുണ്ട്. റിട്ട് എന്നാണ് അതിന് പറയുന്നത്. ഏതെങ്കിലും ആളുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതി ആ മൗലികാവകാശം നേടിക്കൊടുക്കുന്നതിന് വേണ്ടി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് റിട്ട് എന്ന് പറയുന്നത്. ആ റിട്ട് ഓരോ അവകാശങ്ങൾക്കും വ്യത്യസ്തമായ രീതിയിലാണ് കോടതി ഇടപെടലുകൾ നടത്തുന്നത്. അപ്പൊ കോടതി പ്രധാനമായിട്ട് പുറപ്പെടുവിക്കുന്ന 5 തരത്തിലുള്ള റിട്ടുകളുണ്ട്. ഒന്ന് ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, സെക്ഷോററി, കോവാറണ്ടോ ആൻഡ് പ്രോഹിബിഷൻ തുടങ്ങിയ 5 റിട്ടുകളെ കുറിച്ചും ഏകദേശം ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കി വെക്കണം. ഇത്രയുമാണ് രണ്ടാമത്തെ ചാപ്റ്ററിലെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതാ ആ ഒരു ടോപ്പിക് തന്നെ അതിലുള്ളൂ. അത് തന്നെയാണ് അതിൽ മെയിൻ ആയിട്ട് പറയാനുള്ളത്. ബാക്കി ഭാഗങ്ങൾ പഠിക്കാൻ ഇല്ലാത്തതല്ല, ഭാഗങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ കിട്ടിയില്ലെങ്കിൽ മറ്റേതെങ്കിലും ക്വസ്റ്റ്യൻ ആ ചാപ്റ്ററിൽ നിന്ന് എഴുതാം. അപ്പൊ പഠിച്ചു വെച്ച ഭാഗങ്ങൾ ഒന്നും കൂടെ ഓർത്തിട്ട് വേണം പോവാൻ. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഇലക്ഷൻ ആൻഡ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇലക്ഷൻ ആൻഡ് റെപ്രസെന്റേഷൻ, തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ പ്രാതിനിധ്യവും എന്ന് പറയുന്ന ചാപ്റ്റർ. അതായത് നമ്മള് ഇപ്പം ഭരണഘടനയുടെ രണ്ടാമത്തെ ഫംഗ്ഷൻ പറഞ്ഞു, സ്പെസിഫിക്കേഷൻ ഓഫ് ഡിസിഷൻ മേക്കിംഗ് അഥവാ തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കാണ് എന്ന് നിശ്ചയിക്കുന്നത്. അപ്പൊ തീരുമാനമെടുക്കാനുള്ള അധികാരം ആർക്കാണ് നിശ്ചയിക്കുന്നത്? ജനങ്ങൾക്ക് തന്നെയാണ്. അപ്പൊ ജനങ്ങൾ എങ്ങനെ തീരുമാനമെടുക്കുക? അതിന് വേണ്ട ഒരു മെത്തേഡാണ് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഇലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ജനങ്ങള് ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നു. അപ്പൊ ഇന്ത്യയില് പ്രധാനമായിട്ട് രണ്ട് മെത്തേഡുകളാണ്, തെരഞ്ഞെടുപ്പ് രീതികളാണുള്ളത്. ഒന്ന് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും മറ്റൊന്ന് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയും. ഒന്ന് ഫസ്റ്റ് പാസ്റ്റ് ദ ഫസ്റ്റ് സിസ്റ്റം, രണ്ടാമത് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ. അപ്പൊ ഇതിനെ കമ്പയർ ചെയ്യാനാണ് നമ്മളെ ഫോക്കസ് ഏരിയ പറയുന്നത്. എന്താണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ, എന്താണ് ഫസ്റ്റ് പാസ്റ്റ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ എന്താണെന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ കമ്പാരിസൺ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് പറയുന്നത്. രാജ്യത്തെ അനേകം നിയോജക മണ്ഡലങ്ങളായിട്ട് വിഭജിച്ചുകൊണ്ട് ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരാള് വിജയിച്ചു വരുന്ന, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ഒരാള് വിജയിച്ചു വരുന്ന തെരഞ്ഞെടുപ്പ് സമ്പ്രദായമാണ്, വിജയ പ്രഖ്യാപിക്കുന്ന തെരഞ്ഞെടുപ്പ് സമ്പ്രദായമാണ് ഫസ്റ്റ് പാസ്റ്റ് ദ സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും വ്യത്യസ്തമാണ്. അംഗബലത്തിനനുസരിച്ച് പ്രാതിനിധ്യം കൊടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനമാണ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ. എന്തുകൊണ്ട് ഇന്ത്യ ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം ഉപയോഗിച്ചു, എന്തുകൊണ്ട് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ ഉപയോഗിച്ചില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇതിന്റെ ഇടയിൽ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പൊ അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന വലിയ രാജ്യമാണ്, അതുകൊണ്ട് തന്നെ ആനുപാതിക പ്രാന്തിക വ്യവസ്ഥ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ആനുപാതിക പ്രാന്തിക വ്യവസ്ഥയുടെ നേട്ടവും അതുപോലെ തന്നെ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷന്റെ കോട്ടവും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആനുപാതിക പ്രാന്തിക വ്യവസ്ഥയിൽ വോട്ടുകൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, നഷ്ടപ്പെടുകയില്ല. കേവല ഭൂരിപക്ഷ വ്യവസ്ഥയിൽ അവിടെ വോട്ടുകൾ നഷ്ടപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ അനേകം വോട്ടുകൾ പായാകുന്നത് കൊണ്ടാണ് ഈ സിസ്റ്റത്തിൽ നിന്നും മറ്റൊരു സിസ്റ്റം എന്ന രീതിയിൽ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ വരുന്നത്. പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഒക്കെ പറഞ്ഞു,
എത്രയാണോ അംഗങ്ങളുള്ള ആ അംഗങ്ങൾക്ക് അനുസരിച്ച് പ്രാതിനിധ്യം ഉൾക്കൊള്ളുന്ന വ്യവസ്ഥയാണ് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇത് ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളിലേക്കാണ് സൂട്ടബിൾ എന്നും കൂടെ പറയുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിലുള്ള ടെക്സ്റ്റ് ബുക്കിൽ ബോക്സ് ചെയ്തുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതൊന്ന് കൃത്യമായിട്ട് നോക്കാൻ നിങ്ങൾ ശ്രമം നടത്തണം. ദെൻ നെക്സ്റ്റ് ആണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആൻഡ് പവർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ആർട്ടിക്കിൾ 324 വകുപ്പ് അനുസരിച്ചാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളൊക്കെ പറയുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതാണ്. വോട്ടർ പട്ടിക തയ്യാറാക്കുക, ആവശ്യമായ നിയന്ത്രണങ്ങളും സംവിധാനങ്ങളും കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ ചോദിച്ചിട്ടുള്ളത് കമ്മീഷൻ ഓഫ് ഇന്ത്യ പവർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ളതാണ്. അപ്പൊ അവരുടെ പ്രധാനപ്പെട്ട പ്രത്യേകമായിട്ടുള്ള അധികാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും കൂടെ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പഠിക്കാനുള്ള ശ്രമം നടത്തുക. നെക്സ്റ്റ് ആണ് ഇലക്ട്രൽ റിഫോം. അതായത് നമ്മുടെ നിലവിലുള്ള തെരഞ്ഞെടുപ്പ് വ്യവസ്ഥ ആദ്യ കാലങ്ങളിൽ ബോക്സുകൾ വെച്ചിട്ട് ആ ബോക്സിലേക്ക് ഓരോ സ്ഥാനാർത്ഥിക്കും ഓരോ ബോക്സും അവരുടെ ചിഹ്നവും വെച്ചുകൊണ്ട് വ്യത്യസ്തമായ പെട്ടികളായിരുന്നു ആദ്യകാലങ്ങളിൽ വെച്ച്. അതിൽ നിന്നും മാറ്റങ്ങൾ വന്നു. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളെ പരിഷ്കരിക്കുന്നതിന് വേണ്ടി നിർദ്ദേശങ്ങൾ പോകാറുണ്ട്. അത്തരത്തിലുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ വരുന്നത്. അതുപോലെ തന്നെ വോട്ടർ ID ഡിജിറ്റൽ ബേസ് ചെയ്തുകൊണ്ട് വരുന്നത്. ഇങ്ങനെ മാറ്റങ്ങൾ വരുന്നത്. അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ പിന്നെ ചെലവാക്കാനുള്ള പണത്തിന് ഒരു പരിധി നിശ്ചയിക്കുന്നത്, ഇന്ന ആളുകൾക്ക് മത്സരിക്കാൻ പാടില്ല എന്നുള്ള നിയന്ത്രണങ്ങളൊക്കെ വരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ്. അതൊക്കെ ഇലക്ഷൻ കമ്മീഷന്റെ ഡിസിഷനിലുള്ളതാണ് എന്നുള്ളതാണ്. ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇലക്ഷൻ കമ്മീഷനാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. എല്ലാ സാധാ ഉദ്യോഗസ്ഥന്മാരും എല്ലാ പോലീസും പട്ടാളവും ഒക്കെ ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനത്തിന് സുഗമമാക്കി കൊടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കണം എന്നും കൂടെ 324 വകുപ്പ് പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇലക്ഷൻ റിഫോമുമായി ബന്ധപ്പെട്ട് അതിൽ പ്രധാനമായിട്ട് 4 രീതിയിലുള്ള റിഫോമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ ശക്തി, മസിൽ പവർ എന്നിവ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ. മറ്റൊന്നാണ് രാഷ്ട്രീയ പാർട്ടികളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ. മറ്റത് സ്ത്രീ പുരുഷ പ്രാതിനിധ്യം അല്ലെങ്കിൽ സ്ത്രീ പ്രാതിനിധ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് സംവിധാനം നടത്തുന്നതിനും എന്നിവ പരിഷ്കരിക്കുന്നതിനും തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലും പ്രശ്നങ്ങളുണ്ട്. ആ തെരഞ്ഞെടുപ്പ് സംവിധാനം പരിഷ്കരിക്കുന്നതിനും മറ്റും വേണ്ടിയുള്ള സംവിധാനങ്ങളും കൂടെ ഇതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ 3 ക്ലാസ്സുകളാണ് ഇന്നത്തെ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിരുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് 4, 5, 6 ചാപ്റ്ററുകളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. യൂട്യൂബ് ലിങ്ക് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഗൂഗിൾ മീറ്റും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതാണ്. ഓക്കെ, താങ്ക് യു.